അപ്പോൾ നമുക്ക് ഈ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാബ്രിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് വെട്ടണതും മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെ നോക്കാം. അപ്പോൾ ഞാനിത് പുറത്ത് ഒരു ചെറിയൊരു ലെയറിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതെൻ്റെ ചുരിദാറിൻ്റെ ബാക്കി പീസാണ് കേട്ടോ തയ്ച്ചതിൻ്റെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് മോൾക്കൊരു ഡ്രസ്സ് തയ്ക്കാം എന്നുള്ള ഇതിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ അതിനായിട്ട് സ്പെഷ്യലായിട്ട് മേടിച്ചതൊന്നുമല്ല. അപ്പോൾ നമുക്കിത് വെട്ടണത് എങ്ങനെയാണെന്ന് നോക്കാം, മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ. അതുപോലെ ഞാൻ ഈ തുണി 4 മടക്കിയിട്ടു. ഇത് 2 പീസ് ഉണ്ട്. അതുപോലെ അപ്പോൾ 4 മടക്കിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. തുണി ഭയങ്കര നൈസാണ്. ഞാനത് കാരണം മുട്ടുസൂചി എടുത്തിട്ടുണ്ട് ഈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിൽ മുട്ടുസൂചി ഒന്ന് പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മെഷർ ചെയ്യുമ്പോഴത്തേക്കും തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മൾക്ക് വരക്കേണ്ട സൈഡ് ഞാൻ എന്നെ ഫേസ് ചെയ്ത് ഇടാണ്. ഈ തുണിയുടെ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങണം. അപ്പോൾ ഷോൾഡർ വന്നിട്ട് ടോട്ടൽ 8 ഇഞ്ചസാണ്. അപ്പോൾ ഞാനതിൻ്റെ 1/2 അതായത് 4 ഇഞ്ചസ് എടുക്കുകയാണ്. ആം ഹോളും അത്ര തന്നെ, ചെറിയ കുട്ടിക്കായതുകൊണ്ട് ആം ഹോളും 4 ഇഞ്ചസ് തന്നെ എടുക്കുകയാണ്. ചെസ്റ്റ് 20 ആണ് വരുന്നത്. അപ്പോൾ 20 എന്ന് പറയുമ്പോൾ 5 × 4 ആണ് 20. അപ്പോൾ അത് 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൂടി ആക്കിയിട്ട് മുഴുവൻ 6 ഇഞ്ചസാണ് എടുക്കുന്നത്. അത് ഞാൻ എ ലൈൻ ഫ്രോക്ക് ആയതുകൊണ്ട് ടോട്ടൽ ലെങ്ത്ത് 19.5 അപ്പോൾ 1/2 ഇഞ്ച് മുകളിലും അടിയിൽ മടക്കി അടിക്കാനുള്ളതുകൊണ്ട് ഒരു 1.5 ഇഞ്ച് എടുത്ത് അതും കൂടി ആകുമ്പോൾ 21 വരും മൊത്തം ലെങ്ത്ത്. എ ലൈൻ ഫ്രോക്കിൽ ഇവിടെ മുകളിൽ 6 എടുക്കുമ്പം നമ്മൾ താഴെ ഒരു 9 എടുക്കണം. ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം ചെറിയ കുട്ടികൾക്ക് 3.5 അപ്പോൾ നമ്മൾ 1.25 മതിയാവും. 1.25 കഴുത്തകലം എടുത്ത് കഴുത്ത് ഫ്രണ്ടും ബാക്കും അതെങ്ങനെയാണോ കഴുത്തെടുക്കണം അതിനനുസരിച്ച്. അപ്പോൾ ഞാനൊരു 3 ഇഞ്ചസാണ് ഇങ്ങോട്ട് എടുത്തത്. ഇഞ്ചസ് എന്ന് പറയുമ്പോൾ ഏകദേശം 2.5 ഒക്കെ വരും കേട്ടോ. ഫ്രണ്ട് പീസാണ് ഞാനിങ്ങനെ എടുത്തേക്കണത്. ബാക്ക് പീസ് ഞാനിങ്ങനെ എടുത്ത് വന്നിട്ട് ഒരു 2 ഒക്കെ എടുത്തിട്ടുള്ളൂ, ഇങ്ങനെ സൈഡ് ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു 1.5 ഇറക്കം വരും. ഞാൻ ബാക്കിലൊരു ഹുക്ക്, സിബ് എനിക്ക് ഈ സെയിം കളർ കിട്ടിയില്ല, അപ്പോൾ ഞാനൊരു ഹുക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ. ഇനി നമുക്ക് ആം ഹോളും കൂടെ ഒന്ന് അരച്ച് കഴിഞ്ഞാൽ നെക്ക് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്കിലത്തെ പീസും കൂടെ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഫ്രണ്ടിലത്തെ നെക്ക് വെട്ടിയെടുക്കണം. ഈ ഒരു പീസാണ് ഞാനിപ്പോൾ ഫ്രണ്ടിലത്തെ ലെയറായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 മുകളിലത്തെയും താഴത്തെയും തയ്യൽ തുമ്പൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾക്കൊരു 9.5 വേണം. അപ്പോൾ ഞാനതിന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഇതിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ലെങ്ത്ത് എടുത്ത പോലെ തന്നെ ഷോൾഡർ 4 എടുത്ത്, ആം ഹോള് 4 എടുത്ത്, വേസ്റ്റ് ലെങ്ത്ത് 9.5 എന്ന് പറയുമ്പോൾ ഇവിടെ 9ഉം ഇവിടെ 9.5. ഞാൻ ഇങ്ങോട്ട് ഒരു ചെറിയൊരു 1/2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. അത് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡ്. പിന്നെ ഇവിടെ നമ്മൾ 6 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. താഴെ വന്നപ്പോൾ അത് 7 ഇഞ്ചസ് ഞാൻ കൂട്ടിയിട്ട് ഈ 2 പോയിൻറ്റും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തേക്കാണ്.
ഇത്തിരി ലെയർ വിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി ഞാൻ വെട്ടിയെടുത്തേക്കുന്ന പീസ്. അപ്പോൾ നമുക്ക് ഇനി തയ്ച്ചു തുടങ്ങാം. അപ്പോൾ ബാക്കിലെ നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഫ്രണ്ടിൽ ഇതുള്ളപ്പോൾ പിന്നെ നമുക്ക് വേറൊരു പീസിൻ്റെ ആവശ്യമില്ല കഴുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നല്ല ഭാഗം ഇതിപ്പോൾ നമ്മൾ വരച്ച വശമാണ്. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഈ റൗണ്ട് ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് വരാം. ബാക്കിലെ പീസ് എടുത്തിട്ട് അതിൻ്റെ കഴുത്തിൽ ക്രോസ് പീസ് വെച്ചിട്ട്, ക്രോസ് പീസ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും തുണി നേരെയുള്ള തുണി ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണ ഇത് വെച്ചിട്ട് വേണം ക്രോസ് പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് പീസ് വെട്ടിയെടുക്കാം. ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തയ്ക്കാൻ പറ്റും. ഈ ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശവും ഈ ഞാൻ മുമ്പിൽ പഠിപ്പിക്കുന്ന ഈ പീസിൻ്റെ നല്ല വശവും കൂടെ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ടാണ് ഇവിടെ തയ്ച്ചു കൊടുക്കണം നമ്മൾക്ക്. അപ്പം നമ്മൾ കഴുത്ത് തയ്ക്കുന്നതിന് മുന്നേ ഈ ഫ്രണ്ടിൽ പിടിപ്പിക്കുന്ന ഈ പീസിൻ്റെ അടിഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കണം. നമുക്ക് ആദ്യം മടക്കി തയ്ച്ചു കൊടുക്കാം. തുണിയുടെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴുത്തൊന്ന് തയ്ച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടിൻ്റെയും കൂടെ ഷോൾഡർ നമുക്ക് ഒപ്പം ജോയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലെ പീസ് ഇങ്ങനെ വെച്ച് മറിച്ച് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിലെ പീസിൽ ഒരു ബട്ടൺ പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് സൈഡ് ഒന്ന് രണ്ടായിട്ട് മടക്കി ഒരു 2 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഏകദേശം 2 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേറൊരു പീസ് നല്ല വശത്ത് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ച് തയ്ച്ചു കൊടുക്കണം. ബാക്കിലെ കഴുത്ത് തയ്ക്കാനുള്ള ഈ പീസ് ഞാനിങ്ങനെ ഓരോ സൈഡ് വെച്ചിട്ട് ഓരോ ലെയർ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. തയ്ച്ച് കഴിഞ്ഞിട്ട് മടക്കുമ്പോൾ നമുക്ക് ഇത്തിരി പ്രയാസമായിട്ട് തോന്നും. അപ്പോൾ വെക്കണേ മുമ്പ് ഈ 3 സൈഡും ഒന്ന് തയ്ച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മടക്കി തയ്ക്കാനൊരു എളുപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പീസിലേക്ക് ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ കൂടെ ഇങ്ങനെ വി പോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ വി പോലെ തയ്ച്ചതിൻ്റെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ പോയിന്റിൽ ടച്ച് ചെയ്യരുത്, സൂക്ഷിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കഴുത്ത് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 സൈഡും നമ്മൾക്ക് ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി തയ്ച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്രോസ് പീസ് വെട്ടിയെടുക്കാൻ പോവാണ്. ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ക്രോസ് പീസ് ഒന്ന് 2ആയിട്ട് മടക്കി ഒന്ന് തയ്ച്ചെടുക്കണം. അത് വെക്കാനും വെച്ച് കഴിഞ്ഞിട്ട് മടക്കി അടയ്ക്കാനുള്ള അത് വെക്കാനും വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ. ഇപ്പോൾ ക്രോസ് പീസ് നമ്മൾ ഈ സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് നീട്ടിയെടുക്കണം. അത് നമുക്ക് മടക്കി അപ്പുറത്തേക്ക് വെച്ച് തയ്ച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കഴുത്തിൽ ക്രോസ് പീസ് പിടിപ്പിക്കാം. നമ്മളിപ്പോൾ ഈ ക്രോസ് പീസ് മടക്കുമ്പോൾ ആദ്യം ഈ സൈഡ് ഇങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ ഉള്ളിലേക്ക് വെച്ച് മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പം നമ്മളിത് ഇങ്ങനെ തയ്ച്ചെടുത്തു. അതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് അങ്ങനെ തയ്ച്ചെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോൾഡർ ജോയിനിങ് ആണ്. അതിന് ഇതിൻ്റെ നല്ല വശവും കൂടെ കൂട്ടി വെക്കണം. കൂട്ടി വെച്ചിട്ട് ഈ ഫ്രണ്ടിലത്തെ ഈ പീസിനെ എടുത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശം ഈ ലെയറിൻ്റെ നല്ല വശവും കൂടെ കൂട്ടി വെച്ച് ഈ ഫ്രണ്ടിലത്തെ ഈ പീസിനെ എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഇതിൻ്റെ ഷോൾഡർ തയ്ച്ചു കൊടുക്കണം. തയ്ച്ചു കൊടുക്കുമ്പോൾ ഈ 3 പീസും നമ്മൾക്ക് ഒരേ ലെങ്ത്തിൽ തന്നെ കിട്ടണം, ഒരേ ഹൈറ്റിൽ തന്നെ, ലെങ്ത്തിലല്ല ഹൈറ്റിൽ തന്നെ കിട്ടണം. എങ്കിലാണ് ക്ലിയർ. അതിൽ ചിലപ്പോൾ ഈ 3 തുണിയും കൂടെ പിടിച്ച് വരുമ്പോൾ ഒരെണ്ണം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് പിടിച്ച്
നല്ലോണം നോക്കിയിട്ട് തയ്ക്കണം. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ സൈഡും അതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ 2 സൈഡും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇവിടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. കയ്യിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ക്രോസ് പീസ് കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കൈ ഇങ്ങനെ തയ്ച്ചെടുത്തു. ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് ഇപ്പുറത്തെ കൈയും നമ്മൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കണം. 2 കൈയും തയ്ച്ചു. ഇനിയുള്ള പണിയൊക്കെ സിമ്പിളാണ്. ഇനി നമ്മൾ തിരിച്ചെടുത്തിട്ട് ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ കൂട്ടി തയ്ക്കണം. അറ്റം തയ്ക്കുമ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ എടുത്തേക്കണ ഈ 1 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. ഈ 2 അറ്റവും ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഇനി ഈ അടിവശം മാത്രം നമ്മൾക്ക് മടക്കി അടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രോക്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ മിററിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഓരോ ബീഡ്സ് പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബീഡ്സ് ഞാൻ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇത് ഒട്ടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നല്ല നല്ല ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം.